ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വീക്കിന് തൊട്ടു മുൻപുള്ള വീക്കെൻഡ് എപ്പിസോഡ്. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ സാബുമാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗെയിം സ്ട്രാറ്റജിയും ഗെയിമും ഒന്നുമില്ലാതെ വൈൽഡ് കാർഡുകളായി വന്നവരിൽ ഏറ്റവും അധികം നാൾ ബി ഹൗസിൽ നിലനിന്ന ഒരു വ്യക്തി. ഒരത്ഭുതം എന്ന് തന്നെയാണ് സാബുമാന്റെ ഈ നിലനിൽപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളെ എങ്ങനെ ഇവിടെ നിന്നു എന്ന് ചോദിക്കുമ്പോൾ സാബുമാന് പോലും അതൊരു അത്ഭുതമായി തോന്നുന്നത്. താനൊരു ഗെയിമർ അല്ല എന്ന്, താനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന്, ബിഗ് ബോസ് മെറ്റീരിയൽ പോയിട്ട് ആ വീട്ടിനകത്ത് ഒരു രാത്രി അന്തി ഉറങ്ങുവാൻ പോലുമുള്ള യോഗ്യത തനിക്കില്ല എന്ന് എത്രയോ തവണ പ്രേക്ഷകർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും സാബുമാൻ അവിടെ നിലനിന്നു. എന്തുകൊണ്ടാണ് സാബുമാൻ അവിടെ നിലനിന്ന് പോകുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി സാബുമാന്റെ ചിരി കണ്ടുകൊണ്ട് പ്രേക്ഷകർ വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അഖിൽമാരാർ പറഞ്ഞ ഒരു വാക്ക് പ്രസക്തമാണ്. അത് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാകുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വാസമില്ലാത്ത, ഒരു മത്സരാർത്ഥികളോടും താല്പര്യമില്ലാത്ത സമ്മതിദായകർക്ക് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുവാനുള്ള സംവിധാനമാണ് നോട്ട എന്നുള്ളത്. അതായത് വോട്ട് അസാധുവാകുന്നില്ല, അപ്പോൾ തന്നെ എതിർത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയായിരുന്നു സാബുമാന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിക്ക ആഴ്ചകളിലും പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാർ ഒരു കാരണവശാലും അവിടെ നിൽക്കാതിരിക്കുവാൻ വേണ്ടി സാബുമാൻ വോട്ട് ചെയ്ത് അവരെ പുറത്താക്കുകയായിരുന്നു പ്രേക്ഷകർ. അതെ, തത്വത്തിൽ നോട്ടയായിട്ടാണ് സാബുമാനെ പ്രേക്ഷകർ ഇത്രയും കാലം കണ്ടിരുന്നത്. ഏതെങ്കിലും തരത്തിൽ സാബുമാനോട് ജനത്തിനൊരു താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ വിഷയത്തിൽ മാത്രമാണ്. ഹോട്ടൽ ടാസ്ക് നടക്കുന്ന സമയത്ത് ബി ഹോട്ടലിന്റെ വാതിക്കൽ ഒരു മാജിക്കൽ പ്രതിമയായിട്ട് അദ്ദേഹം നിലനിന്നു. ബിഗ് ബോസിന്റെ റൂളുകൾ കഠിനമായിരുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ പോലും അദ്ദേഹത്തിന് പ്രയാസമുണ്ടായ സാഹചര്യം. വെയിലും ചൂടുമെല്ലാം ഏറ്റുകൊണ്ട് ഒരു ദിവസം പകൽ മുഴുവനും അദ്ദേഹം ആ വീടിന്റെ പുറത്ത് കാവൽക്കാരനെ പോലെ കാത്തുനിന്നു. അത് ആ വീട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് ശോഭാ വിശ്വനാഥ് അത് പല ആവർത്തി അവിടെ ഉറക്കെ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബി ഹോട്ടലിൽ കൂടി നേട്ടമുണ്ടാക്കിയ ഒരേ ഒരു കണ്ടസ്റ്റന്റ് അത് സാബുമാൻ മാത്രമായിരുന്നു. ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് ബി ഹോട്ടൽ എന്ന് പറയുന്നത്. ഓരോ സീസണിലും ഈ ഹോട്ടൽ ടാസ്ക് അവിടെ നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ സ്കോർ ചെയ്യാറുണ്ട്. ഇക്കുറി അത് സാബുമാനാണ് കിട്ടിയത്. എത്ര പേർ ഓർക്കുന്നുണ്ട്, സീസൺ 5 നെഗറ്റീവ് അടിച്ച് പണ്ടാരമടങ്ങി ഒരുപക്ഷെ അടുത്ത ആഴ്ച പുറത്തു പോകാൻ എല്ലാ സാധ്യതകളുമായിട്ട് നിലനിൽക്കുന്ന ജുനൈസ് എന്ന വ്യക്തി ബി ഹോട്ടലിലെ മാനേജരായിട്ട് വന്നാണ് അദ്ദേഹത്തിന്റെ കരിയർ മെച്ചപ്പെടുത്തുന്നത്, പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരിടം കണ്ടെത്തുന്നത്. അവിടുന്ന് പിന്നെ പുറകിലേക്ക് അദ്ദേഹത്തിന് നോക്കേണ്ടി വന്നിട്ടില്ല. ഫൈനൽ 5 വരെയോളം ജുനൈസ് എത്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ സാബുമാൻ ഈ ഫിനാലെ വീക്കിന്റെ തൊട്ട് മുൻപ് വരെയോളം അവിടെ നിലനിന്നതിന്റെ ഒരു കാരണം ആ മാജിക്കൽ പ്രതിമയായിരുന്നു. പിന്നീട് തനിക്ക് ലഭിച്ചിരുന്ന ചില ടാസ്കുകളൊക്കെ അതൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തു. ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ കുഴപ്പമില്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് ഡാൻസ് മാരത്തൺ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത ക്യാരക്ടർ അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും സാബുമാനെ ജനത്തിന് കാര്യമായിട്ട് ഇഷ്ടപ്പെടാതെ പോയത്, ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കകത്തും അയാൾ തലയിടാറില്ല, അഭിപ്രായം പറയാറില്ല, ഒരു കാഴ്ചക്കാരനായി മാത്രം നോക്കിയിരിക്കും. അത് അവരുടെ പാടായി, ഞാനൊരു വഴിപോക്കൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹം പലപ്പോഴും തന്റെ നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. അടുത്തത് അവസാന നാളുകളായപ്പോഴേക്കും സാബുമാനെ കുറിച്ച് ആ വീട്ടിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയം നാരദപ്പണിയെടുത്തു എന്നുള്ളതാണ്. ഇവിടുത്തെ വിഷയം അവിടെയും, അവിടുത്തെ വിഷയം ഇവിടെയും വന്ന് പറയുകയും രണ്ടുപേരുടെയും നടുവിൽ നിന്നുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോയി സേഫ് ഗെയിം കളിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി. ആ രീതിയിലാണ് സാബുമാൻ അവസാന നാളുകളിൽ വിലയിരുത്തപ്പെട്ടത്. എന്തായാലും ഈ സീസണിലെ ഏറ്റവും ഭാഗ്യവാൻ ആരാണ് എന്ന് ചോദിച്ചാൽ സാബുമാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരർഹതയുമില്ലാത്ത സ്ഥലത്ത് ഇത്രയും നാൾ അദ്ദേഹം നിലനിന്നു. അതിന് ജഗദീശ്വരനോട് താൻ നന്ദി പറയണം, പ്രേക്ഷകരോട് താൻ നന്ദി പറയണം, ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരോടും താൻ നന്ദി പറയണം, എല്ലാറ്റിലും ഉപരിയായി ബിഗ് ബോസിനോടും നന്ദി പറയണം. അതെ, ഈ അവസാന ആഴ്ചയിൽ ആ വീട്ടിലെ ഏറ്റവും ഭാഗ്യശാലിയായ മനുഷ്യൻ ആ വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.